ചേട്ടത്തി ഇരുന്നിരുന്നോ? ഇതാ ഇവിടെ ഓക്കെ, ഇവിടെ ഓക്കെ, ഇവിടെ ചേട്ടത്തി ഒന്ന് അടുത്തോട്ട് നോക്കിയേ. ഇനി വലത്തോട്ട്. നേരെ നോക്കിക്കേ. കണ്ണടക്കല്ലേ, 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 കണ്ണടക്കല്ലേ. മോനെ മേക്കപ്പ് കുറച്ച് കുറയ്ക്കണോ? അല്ല, ഇനി മേക്കപ്പ് ഇല്ലാതെ വരുമ്പോ സ്കാനർ അകത്തേക്ക് കയറ്റി വിടാതിരിക്കരുത്. ഞങ്ങൾ എല്ലാരും എടുക്കണ്ടേ? എന്തൊക്കെ പരിപാടിയാ ഇത്. ശരി കേട്ടോ. അവനെന്താ എൽബിൻ? അവനോട് ഇവിടെ നിൽക്കാൻ പറഞ്ഞാണല്ലോ. അവൻ ആരാണ്ടെ കാണാനുണ്ടെന്നും പറഞ്ഞ് കാറും എടുത്തോണ്ട് പോയേക്കുവാ. ഓക്കെ മോനെ, എനിക്കിതായാലും ഒരു ഫോട്ടോ തരണേ, അങ്ങാരുടെ കൂടെ ഫ്രെയിം ചെയ്ത് വെക്കാനാ. അല്ല ചേട്ടത്തി, ഇതങ്ങനെ ഫ്രെയിം ചെയ്ത് വെക്കാൻ പറ്റിയ ഫോട്ടോ അല്ല. ഇനി ആയാലും ചേട്ടത്തിക്കേ കാലത്ത് ഗേറ്റിന് മുന്നിൽ കാത്തു നിൽക്കേണ്ടി വരികയല്ല. സാർ, ഞങ്ങളുടെ കിച്ചൺ മേറ്റിന്റെ ഫംഗ്ഷൻ ഒന്ന് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി. പിന്നെന്താ, ആയിക്കോട്ടെ, കിച്ചണിലേക്ക് പോവാം. കിച്ചണിലേക്ക് വരൂ. വന്നോളൂ. Hi sir, what can I do for you? സാർ, ഇത് ഞങ്ങളുടെ വണ്ടർ റോബോ R&D ടീമിന്റെ വർഷങ്ങളുടെ പരീക്ഷണങ്ങൾക്കൊടുവിൽ ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പുതിയ റോബോട്ടാണ് കിച്ചൺ മേറ്റ്, അടുക്കളയിൽ ഒരു കൈസഹായം. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വരുന്ന ലക്ഷോപലക്ഷം വീട്ടമ്മമാർക്ക് ഒരു കൈസഹായം എത്തിക്കുക എന്നുള്ളതാണ് കമ്പനിയുടെ ലക്ഷ്യം. അടുക്കളയിലെ എല്ലാ ജോലിയും ഇത് വളരെ ഭംഗിയായി നിർവഹിക്കും. കിച്ചൺ മേറ്റ്, please make a coffee. Sure sir. Espresso or cappuccino? മലയാളം പറഞ്ഞാൽ മനസ്സിലാവുമോ മോനെ? മനസ്സിലാവും. മലയാളത്തിൽ പറയൂ. കിച്ചൺ മേറ്റ്, ഒരു കപ്പ് കടുങ്കാപ്പി എടുക്കൂ. Sure sir. Up in a minute. നോക്കൂ. Your coffee is ready. എന്റെ പണികളൊക്കെ എന്നാ തോന്നുന്നു. ചിലപ്പോ സാധ്യതയുണ്ട്. കൊള്ളാല്ലേ മോനെ? ഇതിന് മീൻകറി ഉണ്ടാക്കാൻ അറിയാവോ? ഈ കുടംപുളിയൊക്കെ ഇട്ട് വെച്ച് കേരള സ്റ്റൈലില്. അയ്യോ ചേട്ടത്തി, കാര്യങ്ങളൊക്കെ പഠിച്ചു വരുന്നല്ലേ ഉള്ളൂ. ഇപ്പൊ കാപ്പി ഉണ്ടാക്കും, ചായ ഉണ്ടാക്കും, പിന്നെ ഈ ഫ്ലോർ ഒക്കെ ക്ലീൻ ചെയ്യും. ഇതൊരു ഇനീഷ്യൽ സ്റ്റേജ് ആണല്ലോ സാർ. ഞങ്ങൾക്ക് കോഴിക്കോട് ഭാഗത്തുനിന്നൊക്കെ ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട് ഈ ബിരിയാണി ഉണ്ടാക്കുന്ന റോബോട്ടിന് വേണ്ടിയിട്ട്. ഞങ്ങളത് വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട് വളർന്നൊരു വളർച്ചയെ ചുരുക്കം പറഞ്ഞാൽ ഇവരൊന്നും ഇല്ലെങ്കിലും നമുക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുമല്ലേ? അതെ, പറ്റുകയാണ്. പെട്ടെന്നൊരു ഉപകാരം കൂടെ ചെയ്യണം സാർ. ഈ തേങ്ങ ഇടാനും ചക്ക ഇടാനുള്ള സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ ഇതിനകത്തൊന്ന് ആഡ് ചെയ്യണം. ഭയങ്കര ഡിമാൻഡ് ആന്നേ. തേങ്ങ ഇടാൻ ഒരിടത്തും കിട്ടുന്നില്ല. തേങ്ങ മുഴുവൻ പൊഴിഞ്ഞു കൊണ്ട് കരക്കാരെടുത്തോണ്ട് പോവാ. അതുപോലെ തന്നെ ഇതിന് വല്ല പെണ്ണേം ഇടാൻ പറ്റുമോ? മാമാദേശം കിടങ്ങ് നോക്ക്. പേര് സാറിന് ഇഷ്ടമുള്ള ഇടാം, അതൊന്ന് റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ ഇന്നത്തെ കാലത്ത് കുറച്ചും കൂടെ പൊളിറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ള ഒരു പേരിടുന്നതായിരിക്കും സേഫ്. അല്ലെങ്കിൽ പണി കിട്ടും. അതെ, കിട്ടിയിട്ടുണ്ട്. അത് ശരിയാ, സൂക്ഷിക്കണം. അവനാ NSS പ്രോഗ്രാമേ വീട് പണിയാൻ പോയതിന്റെ. അവനവിടുത്തെ പെമ്പിള്ളാരെ കാണിക്കാൻ വേണ്ടി സിമെന്റ് ചാക്ക് എടുത്ത് പൊക്കി കാണും. സാർ എത്ര ചാക്ക് പൊക്കി? 5. കടയിൽ ഒരു പഴക്കൊല എടുത്ത് വെക്കാൻ പറഞ്ഞാൽ ചെയ്യാത്ത ചെറുക്കനാ. അത് പോട്ടാ, ഈ പ്രാവശ്യത്തെ പാട്ടുകൂട്ടം നമ്മുടെ ഇവിടെയാ. അത് നമുക്ക് ഗംഭീരമാക്കണ്ടേ? അതിനെന്നാ മച്ചി, നമുക്ക് ചെയ്യാം. പാട്ടില്ലാതെ എന്താഘോഷം. എടി വെച്ചാൽ നമ്മൾ തന്നെ ഉണ്ടാക്കും. എന്നാ ഉണ്ടാക്കും? കപ്പ ബിരിയാണി ആക്കിയാലോ? അത് കുഴപ്പമില്ല, അത് എല്ലാവർക്കും ഇഷ്ടം. ഞാൻ ഈ ശാചിയും കൂടെ ഒരു പരിപാടി പ്ലാൻ ചെയ്യുന്നുണ്ട്. കപ്പവാട്ട് മഴയ്ക്ക് മുന്നേ വേണം. നീ എന്താ ഈ കൺസൈൻമെന്റ് ഒപ്പിടാഞ്ഞേ? ഞാൻ മറന്നുപോയി പപ്പ. മറന്നുപോയി, ഒപ്പിടേ. അതോടെ ഇങ്ങനെ തരാവോ? അവൻ എൽബിൻ വന്നില്ലല്ലോ. അതെങ്ങനെ മക്കളെവിടാന്നറിയാൻ GPS നോക്കേണ്ട അവസ്ഥയായി ഇപ്പൊ കാരണവന്മാർക്ക്. കുറച്ചു മുമ്പ് വള്ളിമറ്റത്തുണ്ടായിരുന്നു. ഇപ്പൊ ഇവിടെ അടുത്തെത്തിയെന്ന് തോന്നുന്നു. എന്തായാലും അടുത്ത കൊല്ലം
ഓസ്ട്രേലിയക്ക് അങ്ങ് പോവുമല്ലോ. മെൽബിൻ അവന്റെ അഡ്മിഷൻ അവിടെ റെഡിയാക്കിയിട്ടുണ്ട്. എടി ഇവന് വേണ്ടി എന്തുമാത്രം പൈസ ഞാൻ ചെലവാക്കിയതാ. 4 ലക്ഷം രൂപയുടെ ബൈക്ക് വേണമെന്ന് പറഞ്ഞു. ഇനി അതേന്ന് വേണ്ടി കൈയും കാലും ഇവിടെ ഉണ്ടല്ലോ എന്നോർത്ത കാറ് മേടിച്ചു കൊടുത്തു. അതിപ്പോ ഇങ്ങനായി. ആ പപ്പ, കഴിഞ്ഞ ദിവസം ബാങ്കിൽ പോയപ്പോ ഷാജിയെ കണ്ടായിരുന്നേ. ഷൈനിയുടെ കല്യാണത്തിന് എന്നാണെങ്കിലും ചെല്ലണമെന്ന് പറഞ്ഞേക്കുവാ. നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? എന്നെ കൊണ്ടൊന്നും പറ്റില്ല. നിനക്കും അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പാടായിരിക്കും. വേണ ഒരു 10,000-20,000 ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കേ. ആ വന്നല്ലോ. എന്നാടാ താമസിച്ചേ? എവിടെ പോയാലും ഡിന്നറിന് മുമ്പ് വീട്ടിലെത്തണമെന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ? പാലായിൽ എന്നായിരുന്നു പരിപാടി? ഒരു ഗെറ്റ് ടുഗദർ ഉണ്ടായിരുന്നു പപ്പ. അടുത്ത ഞായറാഴ്ച ഞങ്ങൾ അമ്മച്ചിയെ കാണാൻ പോകുന്നുണ്ട്. നീ കൂടെ വന്നേക്കണം. അമ്മച്ചി ഇടയ്ക്കിടയ്ക്ക് നിന്നെ അന്വേഷിക്കുന്നുണ്ട്. ഈ വീക്കെൻഡ് സൂം സെഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലേ മമ്മി. എടാ, അമ്മച്ചിക്ക് നിന്നെ ഒന്ന് കാണണം തോന്നിയല്ലേ? ജസ്റ്റ് കൺവേ മൈ റിഗാർഡ്സ് ടു അമ്മച്ചി. എടാ മോനെ, എന്നേലും കഴിച്ചേച്ച് കിടക്കടാ. ഐ ഓൾറെഡി ഹാഡ് മമ്മി. എന്നാ ഒരു ഗ്ലാസ് പാല് കൊണ്ടുതരാം. നീയേ ആ റോബോട്ടിന്റെ ബാറ്ററി ലെവൽ താഴെ പോകാൻ നോക്ക്. അവസാനം അതൊക്കെ കാണത്തുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ അമ്മച്ചി പറഞ്ഞ മടക്കിസാനം വഴിയാ. ഞാനേ പറഞ്ഞുണ്ടാക്കിച്ചതാ. പഴയതുപോലെ ഇത് എല്ലായിടത്തും ഒന്നും കിട്ടുകയല്ല. എടേ മെൽബി മോൻ കൊടുത്തു വിട്ട സെറ്റർ എന്ത് ചെയ്യേ? അയ്യോ, ഞാനത് എടുക്കാൻ മറന്നു. ആ ബെസ്റ്റ്. സാരമില്ല മോളെ. എൽബിൻ എന്തിയേ? അവനെ കൂടെ കൊണ്ടുവരാൻ മേലായിരുന്നോ? അത് അമ്മച്ചി, അവൻ എക്സാമാ. കുറെ പഠിക്കാനുണ്ടെന്നും പറഞ്ഞ് അവിടെ ഇരിപ്പുണ്ട്. അടുത്ത തവണ വരുമ്പോ കൊണ്ടുവരാം. കഴിഞ്ഞ മാസം അല്ലായിരുന്നു അവന്റെ എക്സാം? ഇത് ഏത് എക്സാമാ? അത് അമ്മച്ചി. സർ, അത് ഓർക്കാരിക്കാ അല്ലേ? അതാ ഇവിടുത്തെ ഒരു പിന്നെ അമ്മച്ചി, നമ്മുടെ മെൽബിനെ ഇത്തവണത്തെ പെരുന്നാളിന് വരാൻ നോക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ വാർഷികം കൂടാനായിരിക്കും. വരുന്ന 20-ാം തീയതി ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട് 30 കൊല്ലം തികയുവാ. അമ്മച്ചിക്ക് പിന്നെ എല്ലാവരുടെയും ബർത്ത്ഡേ ആലോചിച്ച് നല്ല ഓർമ്മയാണ്. അതിവിടാണെങ്കിലും അങ്ങനെ തന്നെയാ. അമ്മച്ചിയാ ഇവിടുത്തെ ഓരോ കാര്യങ്ങളും ഞങ്ങളെ പറഞ്ഞ് ഓർമ്മിപ്പിക്കുന്നേ. 60 കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഇവിടെ ഒരു റൂം ബുക്ക് ചെയ്യാൻ. നല്ല ആംബിയൻസ് അല്ലേ? അത് പിന്നെ മക്കള് ബുക്ക് ചെയ്തോളൂ. നിനക്ക് കൂടി ആനിയമ്മേ. ഇവക്ക് പിന്നെ എവിടെ ആയാലും കുഴപ്പമില്ല. എവിടെ ആയാലും ഇങ്ങനെയൊക്കെ അങ്ങ് പോയാ മതി. അമ്മച്ചിക്ക് തന്നെ നോക്കിയേ, ഇവിടെ സുഖമല്ലേ? അമ്മച്ചിക്ക് ഇവിടെ സുഖ അല്ലേ അമ്മച്ചി? ആളാ ഇപ്പൊ ഇവിടുത്തെ ഓളിനോൾ. എനിക്ക് എന്നാടാ ഇവിടെ കുഴപ്പം? ഈ കൊച്ചെനിക്ക് സമയാസമയങ്ങളിൽ ഭക്ഷണം തരും, മരുന്ന് തരും. പിന്നെ നേരം പോകാൻ ഇവിടെ എന്തെല്ലാം കൂട്ടം കാര്യങ്ങളാ. ഞാൻ പറഞ്ഞില്ലേ, നല്ല അവസരം സ്ഥലവാ. വേണ നിങ്ങളും കൂടി ഇങ്ങ് പോരെ. നമുക്കിവിടെ മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കാം. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരാം അമ്മച്ചി.